ഇതൊരു ആശുപത്രി അല്ലാതെ ചന്തയൊന്നുമല്ല. എന്തിനാ ഇങ്ങനെ കൈയടിച്ചിരുന്ന് ബഹളം ഉണ്ടാക്കുന്നേ? എഴുതി വെച്ചേക്കുന്ന കണ്ടിട്ട് എന്തോന്ന് മുലയൂട്ടൽ പ്രോത്സാഹിപ്പിക്കുക. പോയിക്കണേ, കൈയടിക്കാൻ വന്നേക്കണ ഓരോണ്ണങ്ങള്. ബെഡ്ഷീറ്റ് ഒക്കെ നല്ലോണം ഇട്. ഡോക്ടർ റൗണ്ട്സിന് തന്നെ സമയമാണ്. ഇത് കഴിക്ക് സിസ്റ്റർ. ഇതുപോലത്തെ ഒരു 10 കൂടെ കിട്ടൂ. എന്തിന്? ക്യാരം ബോർഡിൽ കോയനായിട്ട് ഉപയോഗിക്കായിരുന്നു. ഇതൊരു സർക്കാർ ആശുപത്രിയാ, ഇവിടെ ഇങ്ങനെയൊക്കെ കിട്ടുള്ളൂ. വേണമെങ്കിൽ കഴിച്ചാൽ മതി. ഒരു ചിറ്റുകെട്ടിയാലും മതി, തട്ടിപ്പട്ടിച്ച് കുടിക്കാനാണ്. തൊട്ടേ കൂടെ ചത്ത പോവില്ലെങ്കിൽ ഇതൊക്കെ തിന്നാ. OP എടുക്ക്. ഇവിടെ OP നിർബന്ധ. പറയേണ്ടത് നേരത്തെ. ഞാൻ വന്നപ്പോ ഒരു ക്വാർട്ടറെങ്കിലും എടുത്തോണ്ട് വരുമായിരുന്നല്ലോ. പിന്നെ എനിക്ക് പിന്നെ എന്താണ് സിസ്റ്റർ OP ഉദ്ദേശിച്ചത്? എടോ, ഞാൻ ഉദ്ദേശിച്ചത് OP അതല്ല, OP കാർഡിന്റെ കാര്യം. OP ടിക്കറ്റ് വൈഫിന്റെ ഉണ്ട്. ഇപ്പൊ പുറത്ത് വരികയാണ്, കൊണ്ടുവരും. ഇത് വായിലോട്ടാണ്. ഇതൊക്കെ എവിടെന്ന് വലിഞ്ഞു കേറി വന്നെന്നാവോ? അതെ, താന്ന് വിളിച്ചേ. ബാബുവിനെ വിളിക്കാനല്ല, താനൊന്ന് വാ വിളിക്കാൻ. അങ്ങനെ വാ വിളിച്ചോണ്ടിരിക്കും. സിസ്റ്ററിന് നല്ല ഉന്നം. ജസ്റ്റ് ഒന്ന് മിസ്സായി പോയി, അല്ലെങ്കിൽ കണ്ണി കൊണ്ടുപോകാനായിരുന്നു. കണ്ണിലെ കൊണ്ടിരുന്നെങ്കിലേ പഴയ പടത്തിലൊക്കെ എം എൻ നമ്പർ ഒറ്റ കണ്ണാട്ടി വില്ലനറ്റല്ലേ, സുശീല രക്ഷപ്പെട്ടിരിക്കുന്നു, അതുപോലെ ആവുമായിരുന്നു. അങ്ങനല്ലേ? എന്ത് പറ്റിയെന്നറിയാം. എന്റെ വയറിലൊരു മുഴയുണ്ടായിരുന്നു. അപ്പുറത്തെ രമാ ഡോക്ടറെ കാണാൻ പോയി. ആശുപത്രി ഡോക്ടർ പറഞ്ഞ് നേരെ വൈകുന്നേരം വീട്ടിൽ ചെല്ലാൻ. ഞാൻ ഒരു 6-7 മണിയായപ്പോഴും കുറച്ച് മുല്ലപ്പൊക്കെ വാങ്ങിച്ച് മതിലിയാടി ചെന്നതും അവിടുത്തെ പട്ടിയും ആൾക്കാരും എല്ലാം അടിച്ചു ബോധിക്ക് എന്നെ ഇവിടെ കൊണ്ടു കിടത്തി. അതായിരുന്നു ഉദ്ദേശം അല്ലേ? ഞാനേ ഒന്ന് ബാത്റൂമിൽ പോയിട്ട് വരട്ടെ. ഇതവിടെ തള്ളിക്കൊണ്ടു പോകണം. ബാത്റൂമില് എനിക്കാരും കൂട്ട് വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം. എന്റെ ട്രിപ്പ് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ വേണ്ട. ഭാര്യ ചായ വെച്ചോണ്ട് പറഞ്ഞേ. ആശുപത്രി കേറി കേറി എന്റെ നടുവൊടിയെന്നല്ലത് ഈ കാലം മാടം ഡിസ്ചാർജ് ആവത്തില്ല. ചേട്ടാ പനിയൊക്കെ മാറിയോ? ആണല്ലേ? നമ്മളെ ഞാൻ അവിടെ പോയപ്പോഴത്തേക്ക് നല്ല ഒരു പഴക്കൊല കണ്ട്. ഒരു പഴം ഇങ്ങി വാങ്ങിച്ചു കേട്ടോ. പഴം നല്ലതാ, നാടൻ പഴമാ. പിന്നെ 1 കിലോ വാങ്ങിക്കാനുള്ള പൈസ ഇല്ലായിരുന്നല്ലേ? 1 കിലോ വാങ്ങിച്ചേനേട്ടാ. കണ്ട അവനെ കണ്ട നോക്കിയാണ് പൊളിക്കാൻ. പഴം അല്ലെങ്കിൽ രാവിലെ കഴിക്കുന്നത് നല്ല. തന്നില്ലല്ലേ? അല്ലെങ്കിൽ പഴം രാവിലെ എനിക്ക് ശരിയാകത്തില്ല. ഭയങ്കര പ്രശ്നമാണ് ബാത്റൂമിലൊക്കെ പോകുന്നത്. ചായ നല്ലതാണ്, സൂപ്പറാണ്. ചായ കുടിക്കാം. നമ്മുടെ താഴെ ഒരു ചേച്ചി, രായ്മ ചേച്ചി ചായക്കട നടത്തുന്നത്. അവിടെ നിന്ന് വെച്ചാൽ നല്ല സൂപ്പർ പശുവും പാലിന്റെ തനി നാടൻ ചായ. അത് മതി. 10 രൂപയാണെങ്കിലും സൂപ്പറാണ്. സൂപ്പർ ചായ കുടിച്ചാ സൂപ്പർ ചായ തന്നെ കുടിക്കണം. അല്ലാതെ പിന്നെ നമ്മൾ അങ്ങനെ വെച്ചിട്ട് ചായ കുടിച്ചിട്ട് ഈ ചായ തന്നില്ലല്ലേ? നല്ല മധുരം ഉണ്ട് അണ്ണാ. മധുരം എനിക്ക് മധുരം പറ്റൂല. ഷുഗർ ഉണ്ട്, അതുകൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് അത് പറ്റൂല. ആണ് വേണ്ടായിരുന്നു. എനിക്കൊന്നും അപ്പം വാങ്ങിക്കൊണ്ടുവന്നില്ലായിരുന്നോ? അല്ലേ, നിങ്ങൾക്ക് ഇപ്പൊ തരാൻ ചായ. ഇത്രയും നേരം ഞാൻ ഇവിടെ നോക്കിയിരുന്നിട്ട് നിങ്ങൾക്ക് ചായ വേണമല്ലേ? എന്റെ പൊന്നു സിസ്റ്ററെ, ഈ കാലമാടൻ ഇവിടെ കേറിയിട്ട് ഇപ്പൊ എത്ര നാളായി? 3 മാസമായോ? ഇങ്ങേര് വന്നപ്പോ എങ്ങനെ ഇരുന്നതാ? ഞാൻ ഞുല്ലെ പോലല്ലേ ഇരുന്നത്? ആണോ? നോക്കിക്കേ, ഇങ്ങോട്ട് തിരിഞ്ഞേ, ഇങ്ങോട്ടും തിരിഞ്ഞിരുന്നെണ്ണ. ഈ വയറ് നോക്കിക്കേ, ഈ തക്കടുണ്ട വയറ് കണ്ട? ഇവിടുത്തെ മുട്ട പാല് എല്ലാം കഴിച്ചിരിക്കുന്ന ഇരിപ്പ് കണ്ടോ? എന്റെ മുഖത്തോട്ടൊന്ന് നോക്കിക്കേ. ഇങ്ങേറൂടെ 3 മാസം കൊണ്ട് ഇരുന്നിരുന്ന് ഞാൻ ക്ഷീണിച്ചു വരുമല്ലേ? അപ്പൊ ഞാൻ എന്റെ ആരോഗ്യം നോക്കണ്ടേ സിസ്റ്ററെ? അതെ, ഇനി ഡോക്ടർ വന്നാൽ ചീത്ത എനിക്കിട്ടായിരിക്കും. അതുകൊണ്ട് പോയി ഇരിക്കാൻ നോക്കാം അവിടെ. അതെ, സിസ്റ്ററിനോട് ഞാനേ കുറെ നാളുകൊണ്ട് ഒരു കാര്യം ചോദിക്കണമെന്ന് വെച്ചിരിക്കുകയായിരുന്നു. അതെ, എൻ്റെ ഒരു സംശയമാണേ. അതായത് ഈ ഭാര്യയും ഭർത്താവും ഒക്കെ ആകുമ്പോ കുഞ്ഞുങ്ങളാവുമല്ലോ. വേണമല്ലോ. ഈ സർക്കാരിന്റെ എന്തോ കണക്കൊക്കെ ഉണ്ടല്ലോ. അപ്പൊ എത്ര കുഞ്ഞുങ്ങൾ വരെ ആകാൻ പറ്റും?
അത് സർക്കാരിന്റെ നിയമപ്രകാരം 2 ആണ്. പക്ഷെ നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ എന്തോ ആവട്ടോ. ആണല്ലേ? എന്തിപ്പോ വിശേഷമായിരിക്കാണോ? എന്തോന്ന് വിശേഷം? കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം ഈ ബെഡിൽ കയറിയ മനുഷ്യൻ എന്തോന്ന് വിശേഷം? വിശേഷം പോയിട്ടെ ഒരു വീ പോലും ഇല്ല. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല കേട്ടോ. ഇങ്ങനെ പോവാണെങ്കിൽ നല്ല വിശേഷം ആകും. അല്ല സിസ്റ്റർ, അങ്ങനെ പറയരുത്. എനിക്ക് പൊതുവെ ഈ പെൺകുട്ടികളാണ് ഇഷ്ടം. അത് ഇനിയിപ്പോ ഇവളുടെ ഒറ്റ പ്രസവത്തിൽ 5 പെൺകുട്ടികളാണെങ്കിലും എനിക്ക് സന്തോഷമാണ്. കണ്ട അയാളുടെ മനസ്സ് കണ്ട. ഈ ഇപ്പൊ ഉള്ള ആൾക്കാർ എന്താ പറയുന്നേ, ആൺകുട്ടിയെ തന്നെ മതിയെന്ന് പറയും. ഇയാള് പറഞ്ഞത് കേട്ടാ, പെൺകുട്ടിയെ മതിയെന്ന്. അപ്പൊ അയാളുടെ മനസ്സ് കണ്ടില്ലേ? എന്റെ പൊന്ന് സിസ്റ്റർ മണ്ടിയാവല്ലേ. ഈ വെള്ള കുപ്പായൊക്കെ ആയിട്ട് സുന്ദരിയായിട്ട് വന്നിരിക്കുന്ന മണ്ടത്തരം ഒന്നും വിളിച്ചു പറയല്ലേ. ഇങ്ങനെ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാവോ? ഈ സർക്കാരിന്ന് ചേട്ടാ, ഈ സർക്കാർ പത്രമൊക്കെ വായിക്കുമോ? ഈ സർക്കാരിന്ന് പെൺകുഞ്ഞുങ്ങളെ പ്രസവിക്കുവാണെങ്കിൽ 3000 രൂപ വെച്ച് കിട്ടും. ആ 3000 വെച്ച് വെള്ളം അടിക്കുന്ന കാര്യം മണ്ടോദരം പറയുന്ന എന്റെ മുന്നിൽ എന്ത് പറ്റി ഡോക്ടറെ? എനിക്കൊന്നും പറ്റിയില്ല. പിന്നെന്താ ഡോക്ടർ വീൽ ചെയറില്? അത് ഞാൻ നോക്കിയപ്പോ നമ്മൾ അറ്റൻഡർ ജോലിയും കൂലി ഇല്ലാതെ അവിടെ വഴി ഇങ്ങനെ കുത്തിയിരിക്കുക. പിന്നെ ഞാനൊരു ഓട്ടം കൊടുത്തല്ലേ, ചെറിയ ടിപ്പ്. അതായിരുന്നല്ലേ? ഉച്ചയ്ക്ക് ചെറിയൊരു ഓട്ടം കൂടെ ഉണ്ട്. അഡീഷണൽ പൈസ ആകും. അതാണല്ലോ നടക്കുന്നത്. അല്ല ഡോക്ടറെ, ഞാൻ കാര്യം ചോദിച്ചോട്ടെ, അതാരാ ഒളിമ്പ്യൻ? ആരാ ഡോക്ടറെ? അല്ല അതെ, ദീപശിയെ പിടിച്ച ഒരാളിരിക്കുന്നു. അതെന്താന്നറിയോ, ഇവിടുത്തെ മറ്റേ സ്റ്റാൻഡൊക്കെ പെയിന്റ് അടിക്കാൻ കൊണ്ടുപോയേക്കാം. അപ്പൊ ഞാനാ പറഞ്ഞ പുള്ളിക്കാരനോട് കൈ പിടിച്ചോണ്ട് അങ്ങ് നിന്നോളാൻ. തന്നെ നമ്മുടെ 16ാമത്തെ വാർഡിലൊരു രോഗി കിടന്നില്ലേ? തന്നെ പുള്ളി BP ഉണ്ടോ? ഇല്ല ഡോക്ടറെ. ഷുഗർ ഇല്ലെന്നേ, ഞാൻ നോക്കിയല്ലേ. നോക്കിയോ? കൊളസ്ട്രോള് ഇല്ല. പൾസ് ഇല്ല ഡോക്ടറെ. ഒന്നുമില്ലേ? അയാൾക്ക് ജീവൻ ഉണ്ടെങ്കിലേ ഇതൊക്കെ ഉണ്ടാവുള്ളൂ. ആഹാ, അപ്പൊ അതും അടിച്ചു പോയി. ഇതാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് ആരെയും ചികിത്സിക്കാത്ത. പിന്നെ ഡോക്ടർ, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, എങ്ങനെയാ നമ്മുടെ ഉച്ചത്തെ ഫുഡും കാര്യങ്ങളൊക്കെ? അതെല്ലാ ദിവസത്തെ പോലെ മുട്ട, ബ്രെഡ്, പാല്, പഴം. പൊളിക്കും നമ്മളൊന്ന്. എനിക്ക് മുട്ട ഓംപ്ലേറ്റ് മതി കേട്ടോ, ബ്രെഡും മുട്ട ഓംപ്ലേറ്റ്. അതെ, എനിക്ക് 2 പുഴുങ്ങിയ മുട്ട വേണം. അയ്യോടാ, ഇങ്ങനെ ഓർഡർ എടുക്കാനൊന്നും പറ്റുമൊന്നുമില്ല. ഇന്ന് മുട്ട കുറച്ച് കുറവാ. അയ്യോ, അത് പറഞ്ഞാൽ പറ്റത്തില്ലല്ലോ. എനിക്ക് മുട്ട കഴിച്ചാലേ എന്റെ വണ്ടി ഓടിച്ചു പോകാൻ പറ്റും. മുട്ട നിർബന്ധമാണ്. അപ്പൊ അപ്പൊ പിന്നെ സിസ്റ്റർ നിന്ന് മുട്ട 2 എണ്ണം. അയ്യോ ഡോക്ടറെ, ഞാൻ എല്ലാ ദിവസവും മുട്ട കഴിക്കുന്നതാ. എനിക്കൊന്നും മാറ്റാൻ. എനിക്ക് നിർബന്ധമാണ്. നിർബന്ധമായിട്ട് എല്ലാവർക്കും മുട്ട. ഒരു വഴിയുണ്ട്. ഹലോ ഒളിമ്പ്യൻ, ഇങ്ങനെ വന്നേ. എങ്ങനെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല ഡോക്ടറെ. കുഴപ്പമില്ല. രാവിലെ എന്ത് കഴിച്ചു? രാവിലെ കാപ്പി കുടിച്ചു. ഉച്ചക്ക് ഇവിടെ പാലും ബ്രെഡും മുട്ടയൊക്കെ ഉണ്ടല്ലോ. അതാണ് കുഴപ്പം. കണ്ണ് കണ്ടാ? കണ്ണിനാടാ ഈ ഭാഗത്ത് കണ്ടാ? ചോന്ന് കിടക്കുന്നുണ്ട്, നോക്ക്. കണ്ടാ? അയ്യോ, ഇത് വിഷയമാണല്ലോ. കട്ടിയുള്ള ആഹാരം കഴിക്കുന്നോണ്ടാണോ? തന്നെ ഒരു കാര്യം ചെയ്, ഇന്ന് ഉച്ചയ്ക്കും രാത്രിയിലും കഞ്ഞി മതി. കഞ്ഞി കുടിച്ചാൽ മതി. കഞ്ഞി മതി. അതാവുമ്പോ കട്ടിയുള്ള ആഹാരമല്ല, കുഴപ്പമില്ല കേട്ടോ. ഇതിന്റെ ചുവപ്പൊക്കെ മാറും. പിന്നെ നമുക്ക് നാളെയും കുറവുണ്ടെങ്കിൽ പറയാം. കുറവുണ്ടെങ്കിൽ അല്ല, ഇത് അസുഖം കുറവില്ല എങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാമെന്ന് പറയുകയായിരുന്നു. ഓക്കെ ആയിക്കോട്ടെ. ഡോക്ടർ ബുദ്ധിമാനാണ്. പിന്നെ ഡോക്ടറെ, എനിക്ക് ഒരു കാര്യം ഡോക്ടർ ചോദിക്കാനുള്ളത്. ഈ ഹോസ്പിറ്റലിൽ പരക്കൊരു സംഭാഷണമുണ്ട്. സാറ് വലിയൊരു ദേഷ്യക്കാരനാണെന്ന്. ദേഷ്യക്കാരനാണെന്ന് പോലും ഇവിടെ ദേഷ്യം കാണിക്കുന്നു. അല്ല ഡോക്ടർ, ഞാൻ എന്തെങ്കിലും ഇതായാലും ഉറച്ച് സംസാരിച്ചിട്ടുണ്ടോ? പിന്നെ ദേഷ്യക്കാരൻ എന്ന് പറഞ്ഞ് ഇവനെ ഇഞ്ചക്ഷൻ ചെയ്ത് ഞാൻ കോമയിൽ കിടത്തി കളയും. അതെ, ആൾക്കാർ പറഞ്ഞത് 50%. 100% ഉറപ്പാ. പോയില്ലേ? ഇല്ല, ഇവിടെ ഉണ്ട്. ഞാനേ 16 വാട്ടിലോട്ടൊന്ന് പോവുകയാണ്. ചെറിയൊരു ഓട്ടം. പോട്ടെ. നമുക്കൊന്ന് കറങ്ങാൻ പോയല്ലോ ഡോക്ടറെ. അല്ലെങ്കിൽ എന്റെ കെട്ടിയോനെ ഭയങ്കര സംശയം. അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ കറക്കം. അയ്യോ, ആ കറക്കമല്ല, ഒന്ന് റൗണ്ട്സിന് പോയാലോ എന്ന്. ഓക്കെ, വേണ്ട പേപ്പറും കാര്യങ്ങളും എടുത്തോണ്ട് പോരുവേ. കാണാൻ കൊള്ളാമോ? ഒരു കാശിനും കൊള്ളില്ല. അല്ല ഡോക്ടറെ, എനിക്ക് വല്ലാത്തൊരു ക്ഷീണം അനുഭവപ്പെടുന്നുണ്ട്. ക്ഷീണോ? ക്ഷീണം? നല്ല ക്ഷീണം. നല്ല ക്ഷീണം വരുമ്പോൾ ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു വേദന വരും. ഏത് ഭാഗത്ത്? ഈ ഭാഗത്ത് വേദന വരും. ഈ ഭാഗത്ത്? ഈ ഭാഗത്ത് തന്നെ. ഇവിടെ വേദന? അത് തന്നെ. ഇവിടെ എന്നിട്ട് ഇവിടെ ഈ ഭാഗത്ത് ഇങ്ങനെ വേദന കയറി ഇങ്ങനെ. അവിടെ വേദന. ഇവിടെ ഇവിടെയൊക്കെ വേദന വരും. ഇവിടെ വേദന ഉണ്ട്. ഇവിടെ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ വേദന. കണ്ണ് മേളോട്ടേക്ക്, ഇങ്ങോട്ടേക്ക്. പ്രശ്നമാണ് കേട്ടോ. അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. ഞാൻ ചെറിയൊരു ഇഞ്ചക്ഷൻ വേണ്ടി വരും. അയ്യോ, ഇഞ്ചക്ഷൻ എടുക്കാം. ഇഞ്ചക്ഷൻ വേണ്ട. ഇഞ്ചക്ഷൻ പേടി. അയ്യോ, നിർബന്ധം പിടിക്കരുതേ. കിടക്കും. അത് നിസ്സാര കാര്യമല്ലേ, അങ്ങനെ നിർബന്ധം പിടിക്കരുതേ. സിസ്റ്റർ, ഇവിടെ ഇഞ്ചക്ഷൻ കൊടുത്തേക്കും. ഡോക്ടറെ, ഇതെന്തോയി കാണണേ? പറഞ്ഞതുപോലെ
3 മാസം കൊണ്ട് ഇവിടെ വന്ന് കിടന്ന് മനുഷ്യനെ മെനക്കെടുത്തിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നുകൾ കയറി വന്നോളും. ഒരു കാര്യം ചെയ്, ക്ഷീണത്തിന് വഴിയുണ്ട്. എല്ലാവർക്കും ഇഞ്ചക്ഷനും മരുന്നൊക്കെ കൊടുത്തു വാ. ഒരു കറക്കം കറങ്ങി വാ. പോയിട്ടോ. ഓക്കെ, പാർട്ടിൽ മൊത്തം കറങ്ങി വാ. ചായ കുടിച്ചിട്ട് വന്നല്ലോ. ആ കൂട്ടുകാരിപ്പാരി ഇങ്ങി പറഞ്ഞേ. കൂട്ടുകാരിപ്പാരി ചെല്ല് ചെല്ല്, എന്തെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങി പറഞ്ഞേ. പുള്ളിക്ക് നല്ല ക്ഷീണമാണ്. ഉണ്ട് ഡോക്ടറെ. ഒരു ട്രിപ്പുണ്ട്. സത്യമാണോ പറഞ്ഞേ? സത്യം. ഇത് കഴിയുമ്പോഴേക്കും എല്ലാം ശരിയാവും. എന്റെ മുരുകാ, നീ എന്റെ പ്രാർത്ഥന കേട്ട്. സാറേ, സാറിന് സമയമുണ്ടോ? ഊട്ടി, കൊടൈക്കനാല്, മൈസൂർ എവിടെ വേണമെങ്കിലും ഞാൻ റെഡിയാ. എന്തിന്? ട്രിപ്പ് പോവാൻ. അയ്യോ പെണ്ണുമ്പിള്ള, നിങ്ങളെ കൊണ്ട് ട്രിപ്പ് പോകാന്നല്ല ഞാൻ പറഞ്ഞത്. പിന്നെ ഞാൻ പറഞ്ഞ ഭർത്താവിന് ക്ഷീണം, ഒരു ട്രിപ്പ് കൊടുക്കാന്നാ പറഞ്ഞത്. അങ്ങനെ എന്തോത്തിന് ക്ഷീണം? ഒരു ട്രിപ്പിന്റെ ആവശ്യമില്ല. പോയ ചെന്ന് കിടന്ന്. അതെ, ഡോക്ടർ ഇൻസ്റ്റാൾമെന്റ് സാധനങ്ങൾ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇൻസ്റ്റാൾമെന്റ്? അതെ, ഇവിടെ ആവശ്യത്തിന് കട്ടിലും സാധനങ്ങളൊക്കെ ഉണ്ട്. ഇൻസ്റ്റാൾമെന്റ് വേണ്ട. ഇൻസ്റ്റാൾമെന്റ് കാരണമൊന്നും അല്ല. പിന്നെ അമ്പിളി, മോളത്തമ്പിളി അല്ല, ഗുണ്ട അമ്പിളി. ഗുണ്ട അമ്പിളി എന്താ ഇവിടെ? എന്റെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ട് 2 ആഴ്ചയായി. ഇവിടെ കട്ടിലില്ലാത്തോണ്ട് ഞാൻ വീട്ടിൽ പോയി കട്ടിലെടുത്തോണ്ട് വന്നതല്ലേ. ശരിയാ, അമ്പിളി 39 വയസ്സ്. ഞാൻ കണ്ടു. ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചു, പേര് മാത്രമേ ഉള്ളൂ, ആളെ കണ്ടില്ലായിരുന്നു. ഞാൻ വീട്ടിൽ കട്ടിലെടുക്കാൻ പോയി. ഞാൻ എത്ര ദിവസം കൊണ്ട് ഈ മോർച്ചറിയുടെ സൈഡിലും ബാത്റൂമിന്റെ സൈഡിൽ കിടക്കുന്നു. എന്നിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാ? എന്റെ കാര്യത്തിൽ ഒരു മൈൻഡ് ഇല്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് എന്റെ സ്വന്തം കട്ടിലുണ്ട് ഞാൻ ഇവിടെ ഇട്ട് കിടന്ന് സുഖമായിട്ട് ഉറങ്ങുന്നു. സുഖമായിട്ട് ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങും. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ പ്ലീസ്. ഹലോ ഹലോ, നിങ്ങൾ ഒരു അസുഖവും ഇല്ലാതെ ഇവിടെ വന്ന് ഞാൻ തിന്നു കുടിച്ച് കിടക്കുന്നു പൊതുവെ ഒരു പരാതിയുണ്ട് അമ്പിളി. ഒരു പരാതി ഒന്നും എനിക്കറിയണ്ട. എന്റെ സോമര ഞാൻ കുത്തി മലത്തിക്കളാം. ഞാൻ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? ഇപ്പൊ കട്ടിലില്ലാത്തോണ്ട് വീട്ടിൽ നിന്ന് കട്ടിലും കൊണ്ട് വന്നതാണ്. കട്ടിലും കൊണ്ട് വന്നു. ഇവിടെ 2 കട്ടിലും ആളുണ്ടല്ലോ, എനിക്കറിയാം. അതാണ്ട് ഒരുത്ത വർഷങ്ങളായിട്ട് വന്ന് മറ്റേ ഒളിമ്പ്യനെ പോലെ നടക്കുന്ന ഒരുത്തുണ്ട്. ഓക്കെ, എന്നാ പിന്നെ ആയിക്കോട്ടെ. ഇന്ന് നന്നായിരിക്കുന്നു. അയ്യോ, ഇതെന്തുവാടേ ഇത്? ഇതെന്ത് ആള്? ഇത് കയ്യും കാലും ഒടിഞ്ഞ ഒരു പേഷ്യന്റ് ആണെന്ന് തോന്നുന്നു. കയ്യും കാലും പേടിച്ച പേഷ്യന്റിന്റെ കാര്യം എനിക്കറിയാം. ഞാൻ കുത്തി മലത്തി ഞാൻ ഇവിടെ കയറി കിടക്കും പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു വാ അമ്പിളി, ഞാൻ ഒരു കാര്യം പറഞ്ഞു, വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ. അമ്പിളിക്ക് ഇപ്പൊ തന്നെ പൊതുവെ കാണാൻ വേറെ കുഴപ്പം ഓടി വെച്ച് അതൊന്നുമില്ല. ഇല്ല, നോർമലാണ്. അതെ, അമ്പിളിക്ക് കിടക്കണം, ഇത്രയല്ലേ ഉള്ളൂ. കിടക്കണം, അത്രയല്ലേ ഉള്ളൂ. മുട്ടയും പാലും ഒക്കെ സമയത്തിന് കിട്ടുന്നുണ്ടോ എന്നും കൂടെ നോക്കണം. അത്രയല്ലേ ഉള്ളൂ. സിസ്റ്റർ എല്ലാം തരും. അഡ്ജസ്റ്റ് ചെയ്തൊന്ന് കിടന്നൂടെ? എനിക്ക് ചാച്ചണം, എനിക്ക് ചാച്ചണം. പേരെന്താ പറഞ്ഞു? അമ്പിളിക്ക് ചാച്ചണം. അമ്പിളി ബ്രാക്കറ്റിൽ എന്താ കിടന്ന? ഗുണ്ട. അമ്പിളിക്ക് ചാച്ചണം. ഇവിടെ എവിടെയെങ്കിലും സൈഡിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചാച്ചു ചെല്ലു. എവിടെയെങ്കിലും ഒന്ന് ചാച്ചു പോ. ഞാൻ ഒരു കാര്യം ചെയ്യാം. ഇവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും ബെഡ് കിടക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ എടുത്തോണ്ട് വരാം കേട്ടോ. ഓക്കെ, സിസ്റ്ററെ ഞാനൊന്ന് കറങ്ങി വരാം കേട്ടോ. എന്താ ഇത് സംഭവം? ഭാര്യ രാവിലെ പിണക്കം, ഒരു ഐസ്ക്രീം മേടിച്ചോണ്ട് വരെയാണ്. ഇന്ന് അവളെ പിണക്കം ഞാൻ മാറ്റും. നോക്കിക്കോ, പാവം സ്നേഹമുള്ള പെണ്ണ. 3 മാസം ആയില്ലേ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നിട്ട്. അതിൻ്റെ ഒരു പിണക്കവും പരിവല്ല അവക്കുണ്ട്. എനിക്കേ ഐസ്ക്രീം കൂടി വാ, കുടിയൊന്ന് നല്ല ഐസ്ക്രീം. പിന്നെ ഞാൻ ഡോക്ടറെ അടുത്ത് സംസാരിച്ചു ചേട്ടാ. ഇപ്പം ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസത്തിനകത്ത് ഡിസ്ചാർജ് ആവും. ഇവിടെ നമ്മൾ വീട്ടിൽ പോവും. വീട്ടിൽ നിൻ്റെ ആഗ്രഹം പോലെ കുട്ടികൾ അല്ലേ? നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഐസ്ക്രീം കൊള്ളാമോ? കൊള്ളാം. സൗണ്ടിന് ഇതൊന്നും പറ്റി? ഐസ്ക്രീം കുടിച്ചതാണ് തോന്നുന്നു, തൊണ്ട അടഞ്ഞ്. അത് തന്നെ. ചേട്ടൻ ഐസ്ക്രീം വേണോ? എനിക്ക് വേണ്ട. അതെന്ത്? ഇതുപോലെ തൊണ്ടയടയും. നമ്മള് രണ്ടുപേരും സൗണ്ട് ഒരുപോലെ ഇരിക്കണല്ലേ ചേട്ടാ? നമ്മളെ ഭാര്യ ഭർത്താവ്. ഞാൻ ഇല്ലാത്ത നേരത്ത് ഒരു അസുഖക്കാരനെ കഴിക്കണ്ടല്ലേ? എന്റെ അസുഖക്കാരനെ അവൻ ഇതിന്റെ ജോലി ഇവിടെ ഉണ്ടാ? ഡോക്ടർ, നിങ്ങളൊരു ഡോക്ടറാണോ? പിന്നെ ഞാൻ അല്ലേ സത്യമായിട്ട് എൻ്റെ അമ്മയാണോ എന്നാണോ കുഞ്ഞമ്മയാണോ ഡോക്ടറാണ്? സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട്. ഞാൻ അതല്ല ചോദിച്ചത്. നിങ്ങൾ എന്തുദ്ദേശത്തിൽ എന്റെ ഭാര്യയുടെ അടുത്ത് ഇവനെ പിടിച്ച് കിടത്തേ? ഡോക്ടറല്ലേ പറഞ്ഞ പോയി കിടക്കാൻ? അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാൻ പറഞ്ഞാൽ വല്ലവന്റെ പെണ്ണെടുത്താണ് ചെന്ന് കിടക്കുന്നത്. ഇവിടെ അമ്പിളി ഗുണ്ട. നിന്നെ ഞാൻ എന്ത് പറയാനാണ്? ഇന്ന് എന്നെ ഇവിടെ സ്ഥലം മാറ്റിക്കോ.
നീ വന്ന്. നീ ഇവിടെ നിന്നില്ലെങ്കിൽ നിന്നെ ഞാൻ പറഞ്ഞു വിടും. എനിക്ക് ചാച്ചണം. ഓ ഇതിപ്പം പോലും കരിയായാലും വല്ല ഡേ കെയറിലും വല്ലതും കൊണ്ടാക്കാമായിരുന്നു. ആരും ഇല്ലല്ലോ. അമ്പിളിക്ക് ചാച്ചണം. രക്ഷകർത്താക്കൾ ആരും ഇല്ലേ മക്കളെ? ആരുമില്ല. ഒരു കാര്യം ചെയ്, ഞാൻ ബെഡൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇനി വന്ന്. അതെ, ഹലോ ട്രിപ്പ് കുടിച്ചല്ലേ കുറച്ച തീരുന്നില്ല, അതുകൊണ്ട് കുടിച്ചതാ. തീരും, പെട്ടെന്ന് തീരും. മറ്റേ പുള്ളിക്ക് കമ്പൗണ്ടർക്ക് ഓട്ടം കിട്ടും. പറഞ്ഞ കേൾക്കുന്നത് ഒരു അഡ്ജസ്റ്റ് ചെയ്ത് പാവത്തിന് ഒരു 10 മിനിറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. എന്നോട് സഹകരിക്ക്. ഞാൻ പോയി ഏതെങ്കിലും പാർട്ടിൽ ബെഡ് ഉണ്ടെങ്കിൽ ആരെങ്കിലും വിട്ട് അടുപ്പിച്ചിട്ട് വരാം. ഈ ചെറിയ ഗ്രൗണ്ടിൽ ടോറസിന്റെ ലോറിയെ കൊണ്ട് പാർക്ക് ചെയ്യാനാ? പുള്ളി ഉണ്ടയാണ്. 5 മിനിറ്റ്. 5 മിനിറ്റ് ഓക്കെ. ഡോക്ടർ പെട്ടെന്ന് വന്നോണം. ഡേ കിടക്കണേക്കെ കൊള്ളാം, ശല്യം ചെയ്യരുത്. ഇല്ല നിന്റെ പേരെന്തേടാ? അമ്പിളി. അല്ലാതെ സാഗറിലെ സ്റ്റാക്കി എന്നല്ലല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഡോക്ടർ, ഇത് ശരിയാവൂല. എന്റെ കട്ടിൽ എനിക്ക് വേണം. ഇവിടുത്തെ ഡോക്ടർ എവിടെ? ഡോക്ടർ, വാടാ മുണ്ടൻ ഡോക്ടർ, വാടാ. 5 മിനിറ്റ് ഒന്ന് ഓരോരുത്തർ സ്വത്തായിട്ടിരിക്കാൻ സമ്മതിക്കില്ലേ തടിയന്മാരെ? ഇവ സമ്മതിക്കില്ല എന്നെ കിടക്കാൻ. ഇവനെ പേര് വെട്ടി വിട്. നീ ഒന്ന് ഇവന്റെ സീറ്റ് എവിടെ? ഇത് തന്നെ, അമ്പിളി ഡിസ്ചാർജ്. ഇനി ഇവിടെ പറ്റൂല. എൻ്റെ രോഗികളെ നീ ഇവിടെ വന്ന് മുട്ടയും പാലും തിന്നാൻ വേണ്ടിയിട്ട് തിന്ന് കുടിച്ച് കള്ള അസുഖം പിടിച്ചിട്ട് ഒരാഴ്ച കൊണ്ട് കയറി ഇറങ്ങി. ഡിസ്ചാർജ് ചെയ്ത് ഇത് അവിടെ കൊണ്ടൊന്നില്ല, ക്ലിയർ ചെയ്ത് കൊടുക്കും. നിന്റെ കട്ടിൽ ഇവിടെ രോഗി കിടക്കണം. നിന്റെ അടുത്ത് ഞങ്ങൾ ആവശ്യപ്പെട്ടില്ല ഇവിടെ കട്ടിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഞാൻ പോണോ? 2 ദിവസം കഴിഞ്ഞ് വന്ന് കട്ടിലെടുത്തോണ്ട് വെക്കാം. ഒടിഞ്ഞ കട്ടിലും കൊണ്ടുവന്ന് ഒരാളെ തലവത്താൻ കൊണ്ട് ഇട്ടിരിക്കുകയാണ്. ഓടാ കണ്ണുമെന്ന് ഇറങ്ങിക്കോ. ഈ വാതിൽ നിന്ന് ഇറങ്ങിപ്പോ. അവിടെ അങ്ങോട്ട് മനസ്സിലായില്ലേ ഡോക്ടർ? ഇല്ല മനസ്സിലായില്ല. നമ്മളെ അമ്പിളി. അയ്യോ പറഞ്ഞല്ലോ അമ്പിളി. ചാച്ചണോ? അമ്പിളി തന്നെ. എന്ത് പറ്റി അമ്പിളി? ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോയപ്പോഴേ ഒരു ലോറി വന്ന് എന്നെ തട്ടിയിട്ട്. ഈ ലോറി തട്ടിയിട്ടിട്ട് പോയപ്പോ നീ എവിടെ നോക്കിയാണ് നടന്നത്? ഞാൻ നേരെയുള്ള ചായക്കടയിലെ മുളക് ബജി നോക്കി പോയ പോക്ക്. അയ്യോ, എവിടെ പോയാലും ഇങ്ങനെയുള്ള സാധനങ്ങൾ നോക്കി പോണം കേട്ടാ. എന്തായാലും നീ കുറെ കാലം ഇവിടെ കിടന്ന് ഒരു അസുഖം ഇല്ലാതെ തിന്നു കുടിച്ചേ കിടന്നില്ലേ മുട്ടയും ഓംപ്ലേറ്റും ബ്രെഡൊക്കെ. ഇപ്പോഴാണ് നിന്നെ കറക്റ്റ് അസുഖമായത്. എല്ലാം നിനക്ക് ബെഡ് ഇപ്പൊ ഓക്കെ. ബെഡ് ഓക്കെ ആണോ? ചാച്ചാലോ വന്നാ കയ്യും കാലൊക്കെ ഒടിഞ്ഞു പോയി. ഇനി നിനക്ക് കറക്റ്റ് ആയിട്ട് ഇവന് ആവശ്യമുള്ള മുട്ട, പാല്, ബ്രെഡ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സിസ്റ്റർ തരും. എന്റെ കണക്കായിട്ട് 2 മുട്ട എക്സ്ട്രാ കൊടുത്തോ. എനിക്ക് വേണ്ട, എനിക്ക് തിന്നാൻ പറ്റൂല, വേദന എടുക്കണേ. ഡോക്ടറെ, ഇതാ പറയുന്നത്, ആലിപ്പഴം പൂത്തപ്പോ കാക്കയ്ക്ക് വായ്പുണ്ട്.